തന്നിരിക്കുന്ന ശ്രേണിയിലെ അടുത്ത പദം കാണുക. 14, 34, 133, 352 ഡാഷ്. നമുക്കൊരു ശ്രേണി തന്നിട്ടുണ്ട്. അതിലെ അടുത്ത പദം കാണണം, വിട്ടുപോയ പദം കാണണം. ഇത് 26/9/24 നടന്ന SIF പോലീസ് ആംഡ് ഫോഴ്സ് SI പരീക്ഷയ്ക്ക്, മെയിൻ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. നമുക്ക് അഭാജ്യ സംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2, 3, 5, 7, 11 എക്സെട്ര. ഇതാണ് പ്രൈം നമ്പേഴ്സ്. അതായത് ഈ സംഖ്യകളെ ഒന്നുകൊണ്ടും ആ സംഖ്യ കൊണ്ടും മാത്രമേ ഹരിക്കാൻ കഴിയുള്ളൂ. ഈ സംഖ്യകൾക്ക് ഒന്നും ആ സംഖ്യയും മാത്രമേ ഘടകങ്ങൾ ഉണ്ടാവുള്ളൂ, ഫാക്ടേഴ്സ് ഉണ്ടാവുള്ളൂ. വേറെ ഒരു സംഖ്യയും ഘടകങ്ങൾ ഉണ്ടാവില്ല. അങ്ങനത്തെ സംഖ്യകളാണ് നമ്മൾ എന്ത് പറയുക, അഭാജ്യ സംഖ്യകൾ. അപ്പോൾ ഈ പ്രൈം നമ്പേഴ്സ് എടുത്തിട്ട് ഇതിലത്തെ ഓരോ പ്രൈം നമ്പേഴ്സ് എടുക്കുക. ആദ്യത്തെ പ്രൈം നമ്പർ 2, എന്നിട്ട് അതിൻ്റെ ക്യൂബ് കാണുക. പിന്നെ അടുത്ത പ്രൈം നമ്പർ 3, അതിൻ്റെ ക്യൂബ്. അടുത്ത പ്രൈം നമ്പർ 5, അതിൻ്റെ ക്യൂബ്. അപ്പോൾ ഓരോ പ്രൈം നമ്പർ എടുത്ത് അതിൻ്റെ ക്യൂബ് കണ്ടിട്ട് ആദ്യം 6 കൂട്ടുക. 6 മുതൽക്കാണ് തുടങ്ങേണ്ടത്. 6 കൂട്ടുക. അപ്പോൾ 2 ക്യൂബ് 2 × 2 × 2 8 പ്ലസ് 6 കൂട്ടുമ്പോൾ 14. ശ്രേണിയിലത്തെ ആദ്യത്തെ പദം കിട്ടി. അടുത്ത അഭാജ്യ സംഖ്യ 3, അതിൻ്റെ ക്യൂബ് കാണുക. 7 കൂട്ടുക. 3 ക്യൂബ് 3 × 3 × 3 27 പ്ലസ് 7 ചെയ്താൽ 34. ശ്രേണിയിൽ അടുത്ത പദം കിട്ടി. അടുത്ത അഭാജ്യ സംഖ്യ 5, 5ൻ്റെ ക്യൂബ് കണ്ടിട്ട് 8 കൂട്ടുക. 5 ക്യൂബ് 5 × 5 × 5 125 പ്ലസ് 8 133. ശ്രേണിയിലെ അടുത്ത പദം കിട്ടി. അടുത്ത അഭാജ്യ സംഖ്യ 7, 7 ക്യൂബ് പ്ലസ് 9 ചെയ്യുക. 7ൻ്റെ ക്യൂബ് 7 × 7 × 7 343 പ്ലസ് 9 352. ശ്രേണിയിൽ അടുത്ത പദം കിട്ടി. അപ്പോൾ അടുത്ത പ്രൈം നമ്പർ 11 അതിൻ്റെ ക്യൂബിനോട് 10 കൂട്ടുക. 11 ക്യൂബ് പറഞ്ഞാൽ 11 × 11 × 11 1331. 10 കൂട്ടിയ 1341 ഇവിടെ വിട്ടുപോയ പദം.